الله من الشيطان الرجيم. بسم الله الرحمن الرحيم. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. اتقوا الله عباد الله. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഓർക്കണമെന്നും പാലിക്കണമെന്നും കഴിയുന്നത്ര പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ നടത്തുകയും സൂറ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാൻ പറഞ്ഞ ചില കാര്യങ്ങളെ വിശദീകരിക്കുകയാണ്. സൽ ബനി ഇസ്രായീൽ എന്നാണ് പറഞ്ഞത്. സൽ എന്ന് പറഞ്ഞാൽ ഇസ്അൽ എന്നർത്ഥം. സഅല യസ്അലു എന്ന ക്രിയയുടെ കൽപ്പനാരൂപമാണിത്. ഇസ്അൽ അത് തന്നെയാണ് സൽ എന്ന്. സൽ ബനി ഇസ്രായീൽ ഐ اسأل أيها الرسول الكريم هؤلاء الحاضرين من بني إسرائيل. ബനി ഇസ്രായേൽ ഒരു സമൂഹമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കേണ്ടത് അവരുടെ പിൻഗാമികളായി പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തിലുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുന്നതാണ് എന്നാണ്. കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന. എന്താണ് ചോദ്യം? കം ആതൈനാഹും, എത്രയാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്? കം ആതൈനാഹും, എത്രയാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്? എന്തിൽ നിന്ന്? മിൻ ആയത്തിൻ ബയ്യിന, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ വ്യക്തമായി എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത് എന്ന് അവരോട് ചോദിച്ചു നോക്കൂ എന്ന്. അപ്പൊ ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണ്? അവർക്ക് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നൽകിയിട്ടും അവർ അതിനെ അവഗണിക്കുകയും ജീവിതത്തിൽ ഒരിക്കലും പരിഗണിച്ചുകൊണ്ട് അവർ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയെ തൗബീഖ് ചെയ്യാനാണ്. തഖ്രീർ വ തൗബീഖ് ആണെന്നാണ്. അതിൽ നിന്ന് അവരുടെ ചിന്തയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അവ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള
ചിന്ത ഏതൊരു സമൂഹത്തിനും ഉണ്ടാകണം എന്നതുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സലൂഹുകം അൻഅംത അലൈഹി, ചോദിച്ചു നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന്. തുടർന്നുകൊണ്ട് പറയുന്നത് നോക്കൂ, وَمَن يُبَدِّلْ نِعْمَةَ اللَّهِ مِن بَعْدِ مَا جَاءَتْهُ فَإِنَّ اللَّهَ شَدِيدُ الْعِقَابِ. وَمَن يُبَدِّلْ نِعْمَةَ اللَّهِ, ഇനി വല്ലവനും അല്ലാഹുവിന്റെ അനുഗ്രഹം അതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിന്റെ ഗുണഫലങ്ങൾ അത് അനുഭവിക്കുന്നതോടൊപ്പം ആ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നന്ദി കാണിക്കാതെ നന്ദികേട് കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ വല്ലവനും മാറ്റിമറിച്ചുകൊണ്ട് അതിന് വിപരീതമായി വല്ലവനും പ്രവർത്തിക്കുകയാണെങ്കിൽ, അതും എന്തിനു ശേഷം ഇതെല്ലാം അവർക്ക് വന്നു കിട്ടിയതിന് ശേഷം അവരങ്ങനെ ജീവിതത്തിൽ അത് ശ്രദ്ധിക്കാതെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പിന്നീട് അള്ളാഹുവിന്റെ താക്കീതാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ശിക്ഷ, അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് എന്താ വാണിംഗ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു ആരെ അയച്ചിട്ടുള്ളത്? പ്രവാചകന്മാരെ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സന്തോഷവാർത്തയും ആര് നൽകുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. അനുഗ്രഹം വന്നു കിട്ടിയതിന് ശേഷമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? തബ്ദീൽ നടത്തി. കിട്ടാത്തതല്ല. അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവികമായിട്ടുള്ള നിയമ നിർദ്ദേശങ്ങൾ. നമുക്കിപ്പോ കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഹിദായത്ത്, അല്ലെ? സന്മാർഗ ദർശനമാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് കിട്ടാത്ത എത്രയോ ആളുകൾ ഇന്നും നമുക്ക് ചുറ്റുപാടുകളിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാലാകാലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ വിജയത്തിന് ആവശ്യമായ ഇതേപോലെയുള്ള മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അതിനുവേണ്ടിയാണ് ആ അമ്പിയാക്കൾക്ക് വഹി നൽകി ചിലപ്പോൾ വേദഗ്രന്ഥങ്ങൾ, അവർക്ക് വേണ്ട നിയമനിർദ്ദേശങ്ങൾ. അതാണ് ലിക്കുല്ലിൻ, എല്ലാ സമൂഹത്തിനും അല്ലാഹു ശിർഅത്തും മിൻഹാജും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ശരീഅത്തും നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ശരീഅത്ത് അനുസരിച്ച് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കേണ്ടത് ഒന്നാമതായി അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യത്തിന്റെ വഴി നമുക്ക് കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. അതിനുള്ള തൗഫീഖ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സ്വയം ഇത് നേടാനാകുമായിരുന്നു. എന്ത്? ഹിദായത്ത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സന്മാർഗം അതൊരിക്കലും കൈമോശം വരാതിരിക്കാൻ, നമ്മിൽ നിന്ന് ഹിദായത്ത് കൈവിട്ടു പോകാതിരിക്കാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പ്രാർത്ഥനയിൽ ഒന്നാമത്തെ ഭാഗമതാണ്, അല്ലേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, എന്താണ് ചോദിക്കുന്നത്? ഈമാനൻ അഹ്തദീ ബിഹി. നമ്മുടെ ഈമാൻ കൊണ്ട് നമുക്ക് എന്ത് വേണം? ഹിദായത്ത് വേണം. അപ്പൊ എനിക്ക്
ഹിദായത്തിലൂടെ ചലിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള ഈമാനിനെ, എന്റെ ഹിദായത്തിനെ നിലനിർത്താൻ പര്യാപ്തമായ ഹിദായത്തിനെ എനിക്ക് നീ നൽകണമേ റബ്ബേ എന്ന് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈമാനിലൂടെ, നമ്മുടെ സന്മാർഗത്തിലൂടെ നമ്മുടെ മുമ്പിൽ ഇരുണ്ടതാണ് എന്ന് തോന്നുന്ന ഏതേത് പ്രശ്നങ്ങളെയും അങ്ങോട്ട് സന്മാർഗത്തിന്റെ വെളിച്ചം പരത്തിത്തരാൻ പറ്റാവുന്ന വിധത്തിലുള്ള നേരായ വഴി പിന്തുടർന്നു പോകാൻ പറ്റാവുന്ന വിധത്തിലുള്ള വെളിച്ചം ആരിൽ നിന്ന് കിട്ടണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മത വേണം. സൂക്ഷ്മതയുടെ ഭാഗമാണ് എന്ത്? അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള ബയ്യിനാത്ത്, അള്ളാഹു ഇറക്കി തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ അത് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയും ചെയ്യുക. എന്നാൽ അത് അവഗണിച്ച ഒരു സമൂഹമായിരുന്നു ആര്? ബനി ഇസ്രായേൽ. നമുക്കൊന്ന് ശരിക്കും ബക്കറയിൽ, സൂറത്തുൽ ബക്കറയിൽ ബനി ഇസ്രായേലിന്റെ ചരിത്രമാണ് ഒരുപാട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏറ്റവും കൂടുതൽ മറ്റു സൂറകളെ അപേക്ഷിച്ച് വിശദമായി ഇസ്രായേൽ സന്തതികളോട്, ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞ ആരാണ്? യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്, ഒരു പ്രവാചകന്റെ മക്കളാണ്. ഇങ്ങനെയാണ് ഒരു സമൂഹം ഒന്നിച്ച് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ നിലക്കും അള്ളാഹു ആത്മീയമായും ഭൗതികമായും അനുഗ്രഹങ്ങൾ നൽകി. മാത്രവുമല്ല, അവരിലൂടെ ധാരാളം അമ്പിയാക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകി. ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു? ഇതിനെയൊക്കെ തബ്ദീൽ ചെയ്തു. അല്ലാഹു പറയുന്നു, വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാഅത്ഹു. ഇതിപ്പോ ബനി ഇസ്രായേലിയരോടാണല്ലോ ഇത് പറയുന്നത് എന്നല്ല. ഖുർആനിന്റെ ഈ ആയത്ത് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇതാർക്കും കൂടി ബാധകമാണ്. അത് അവരുടെ സമൂഹത്തിന് മാത്രമുള്ളതായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയതോ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പര്യാപ്തമായ ഒരു വെളിച്ചവും ഹിദായത്തുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിലേൽപ്പിച്ചത്, അല്ലേ? അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രവുമല്ല, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തിരുന്ന വേദഗ്രന്ഥങ്ങളൊക്കെ അവരുടെ ശരീഅത്തായിരുന്നു, അല്ലെ? അവർക്ക് ശരീഅത്തായിരുന്നു, അവർക്ക് ജീവിതത്തിനുള്ള വഴികാട്ടിയായിരുന്നു. എന്നാൽ ആ അമ്പിയാക്കൾക്ക് വേറെയും ആയാത്തുൽ ബയ്യിനാത്തിൽ അവർക്ക് നേർക്കുനേരെ ബോധ്യപ്പെടുന്ന വേറെയും കുറെ മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു മുഅ്ജിസത്ത് നൽകിയിരുന്നത്? വടി. കക്ഷത്തിൽ കൈവച്ചെടുത്താൽ അതിങ്ങനെ തിളങ്ങും. അതുപോലെ തിസ്ആയാത്തിൻ ബയ്യിനാത്ത് എന്ന് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. 9 വേറെയും ദൃഷ്ടാന്തങ്ങൾ പരീക്ഷണങ്ങളായും അല്ലാഹു സുബ്ഹാനഹു വ തആല ബനി ഇസ്രായേലിന്, ബനി ഇസ്രായേലിലുള്ള അമ്പിയാക്കൾക്ക് തന്നെ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം, അവർക്കൊക്കെ ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതിൽ അവസാനത്തെ പ്രവാചകനാണ് ആര്? ബനി ഇസ്രായേലിലെ അവസാനത്തെ പ്രവാചകനാണ് ആര്? ഈസാ അലൈഹിസ്സലാം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മം തന്നെ അത്ഭുതകരമായ ഒരു മുഅ്ജിസത്ത് ആയിക്കൊണ്ട്, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് അത് ലോകത്തിന് സമർപ്പിച്ചു കൊടുത്തു. മരിച്ച ആളുകളെ ജീവിപ്പിച്ചു. അത് ഈസാ അലൈഹിസ്സലാം. കാഴ്ചയില്ലാത്ത ആളുകൾ കാഴ്ച നൽകി. ഈസാ നബി ഒറ്റയ്ക്ക് ചെയ്യില്ല, അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ആ പ്രവാചകൻ ചെയ്തു. വെള്ളപ്പാട്ട് സുഖപ്പെടും. അങ്ങനെ അതേപോലെ തന്നെ മറഞ്ഞ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. അദൃശ്യമായി നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ വഴി അറിയൂ. പക്ഷെ അവരുടെ വീട്ടിലൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന വസ്തുക്കളെ കുറിച്ച് ഈസാ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു കൊടുത്തു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെ മുഅ്ജിസത്താണ്. ആർക്ക് കൊടുത്ത മുഅ്ജിസത്ത്? ഈസാ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പക്ഷികളെ കീഴ്പ്പെടുത്തി. അതേപോലെ തന്നെ ജിന്ന് വർഗത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി കൊടുത്തു. ജിന്ന് വർഗത്തെ കൊണ്ട് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ജോലി ചെയ്യിപ്പിച്ചു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരെ നടത്തി.
എന്നാൽ അതേപോലെ തന്നെ അവർക്ക് ശരീഅത്തായി വേറെ കാര്യങ്ങൾ കുറെ കൊടുക്കും. നമ്മുടെ കയ്യിലുള്ള ഈ ഖുർആനിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കും ആയത്തും ബയ്യിനത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലും എന്തുണ്ട്? ബയ്യിനത്തായ ഒരായത്ത് വന്നിട്ടുണ്ട്. സൂറ അൽ ബയ്യിന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? സൂറ അൽ ബയ്യിന ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫഖീന ഹത്താ തഅതിയഹുൽ ബയ്യിന. ബയ്യിന എന്നതിന്റെ ബഹുവചനമാണെന്ത്? ബയ്യിന. അപ്പൊ മുശ്രിക്കുകളും വേദക്കാരുമൊക്കെ ഈ സത്യത്തിൽ നിന്ന് വേറിട്ടു പോയിട്ടുള്ളത് വ്യക്തമായ ദൃഷ്ടാന്തം അവർക്ക് വന്നതിന് ശേഷമാണ്. അവസാനം വന്ന ദൃഷ്ടാന്തമാണെന്ത്? വിശുദ്ധ ഖുർആൻ. ഹത്താ തഅതിയഹുൽ ബയ്യിന. ആരാണ് ആ ബയ്യിനത്ത് കൊണ്ടുവന്നത്? എന്താണ് ആ ബയ്യിനത്ത്? റസൂലും മിനല്ലാഹ് യത്ലു സുഹുഫൻ മുതഹ്ഹറ. റസൂലും മിനല്ലാഹ്, അല്ലാഹുവിന്റെ അരികിൽ നിന്നുള്ള ഒരു ദൂതൻ. ആ ദൂതൻ എന്ത് ചെയ്യുന്നു? പരിശുദ്ധമായ ഏടുകൾ പാരായണം ചെയ്ത് തരുന്നു, കൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ കയ്യിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു മുഅ്ജിസത്തായിട്ട് നൽകിയിട്ടുള്ളത് എന്താ? ഖുർആനാണ്. മുഅ്ജിസത്താണ് ശരിക്കും നമ്മളെ ഏൽപ്പിച്ചത്. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് കിട്ടിയ ഖുർആനാകുന്ന ഈ അമാനുഷികമായ മുഅ്ജിസത്തായ കാര്യമാണ് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ മിൻഹാജും ഖുർആനാണ്. റസൂലിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്തും എന്താണ്? മൂസാ നബി അലൈഹി സ്വലാമക്ക് മിൻഹാജും ശരീഅത്തും തൗറാത്താണ്, മുഅ്ജിസത്ത് വരെ. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർക്ക് കൊടുത്ത മിൻഹാജ് ശരീഅത്ത് എന്താണ്? സബൂർ. അതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇൻജീൽ നൽകി, മുഅ്ജിസത്തായിട്ട് വേറെ കുറെ കാര്യങ്ങൾ നൽകി. പ്രവാചകനും മുഅ്ജിസത്തായിട്ടും നൽകി, അതേപോലെ തന്നെ ശരീഅത്തായിട്ടും നൽകി. എന്ത്? ആ ഒരു സവിശേഷത ഉണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അതാണ് ഈ ബയ്യിനത്തുകൾ വന്നതിന് ശേഷം അല്ലാഹുവിന്റെ നിഅമത്തുകളെ ആരെങ്കിലും മാറ്റിമറിച്ചുകൊണ്ട് അതിന് വിപരീതം പ്രവർത്തിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിന്റെ ഗൗരവം നമ്മളും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെന്താണ് അത് ചെയ്തത്? കാര്യമായും അവർക്ക് കിട്ടിയ ഈ വേദഗ്രന്ഥത്തെ യുഹല്ലിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ എന്ന വേദഗ്രന്ഥത്തിലെ അധ്യാപനങ്ങളെ അറിഞ്ഞുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കെ തന്നെ അതിനെ അവർ ഹറഫ യുഹല്ലിഫു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയങ്ങളെ അവർ എന്ത് ചെയ്തു? മാറ്റിമറിച്ചു. അതാണ് പിന്നെ അവർക്ക് കിട്ടിയ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളെ മാറ്റിമറിച്ചു. യുഹല്ലിഫൂനഹു മിൻ ബഅദി മാ അഖലൂഹു, അതും അവർക്ക് അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കെ തന്നെയാകുന്നു വേദക്കാർ അതിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കാൻ പാടില്ല. ഇന്നും യൂത ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ബനീ ഇസ്രായേല്യർ അവർക്ക് കിട്ടിയ തൗറാത്തിലും ഇഞ്ചീലിലും കൈകടത്തലുകൾ നടത്തിയതുപോലെ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു, താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതിലും കൈകടത്തലുകൾ നടത്തുന്നു. നമ്മൾ ആരിൽ നിന്ന് ആരെപ്പോലെ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിന് സിറാത്തുൽ മുസ്തഖീം. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. എന്താണ്? അല്ലാഹു അനുഗ്രഹിച്ച് ആദരിച്ചവർ എന്ന് പറഞ്ഞ ആ സിറാത്ത് എന്താണ്? അല്ലാഹു നൽകിയിട്ടുള്ള ഹിദായത്തും അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള ബയ്യിനത്തുകളും
അത് കൃത്യമായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി പിന്തുടർന്ന ആളുകളുടെ പാത, അതാണ് എന്നൊരു പ്രത്യേകം എടുത്തു പറയാണ്. വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരുടെ വഴി പിഴച്ചുപോയവരുടെ ഈ മാർഗത്തിലല്ല റബ്ബേ. രണ്ട് വഴികളെ പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആളുകളുടെ ചരിത്രം ഖുർആൻ പറഞ്ഞിടത്ത് കാര്യമായി പറയുന്നത് എന്താണ്? യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, അള്ളാഹു ഇറക്കി കൊടുത്ത ആയത്തുകളുടെ വചനങ്ങളെ അവർ എന്ത് ചെയ്തു? അവർ മാറ്റിമറിച്ചു, ദുർവ്യാഖ്യാനം ചെയ്തു. സൂറ ബഖറയുടെ ആദ്യ ഭാഗത്തിലൊക്കെ നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മൾ കൂടി നമ്മുടെ കാര്യം ഈ സന്ദർഭത്തിൽ ആലോചിക്കണമെന്ന്. അതുകൊണ്ടാണ് അള്ളാഹു ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകുന്നത്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. അപ്പൊ ഇതൊരു പ്രത്യേക ശൈലിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചുകൊണ്ട് പ്രവാചകനോട് ഒരു ചോദ്യരൂപത്തിലൂടെ ആ ചോദ്യം അവരുടെ മനസ്സിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അവരുടെ ചിന്തയെ തട്ടി ഉണർത്താൻ വേണ്ടിയാണ് സൽ ബനി ഇസ്രായേൽ കം ആതൈനാഹും മിൻ ആയത്തിൻ ബയ്യിന. ചോദിച്ചു നോക്കൂ ഇസ്രായേൽ മക്കളോട്, എത്ര എത്ര വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് പിന്നെ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ ഈ അനുഗ്രഹം വന്നെത്തിയതിനു ശേഷം വല്ലവനും അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ആ അനുഗ്രഹത്തിന് എതിര് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്താൽ നമുക്കും വരും. നമ്മൾ എന്ത് ചെയ്യണം? അത്തരം അള്ളാഹുവിന്റെ ശിക്ഷകൾ വന്നിറങ്ങാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. മൂലനാശം എന്ന വിധത്തിലുള്ള ഇക്കാമേ ഇനി വരാതിരിക്കുള്ളൂ. അല്ലാത്ത ഇക്കാമുകൾ പലതും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ ശിക്ഷകൾ പലതും വന്നുകൊണ്ടിരിക്കുന്നില്ലേ? അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പരീക്ഷണങ്ങളായി മനുഷ്യ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം മുൻഗാമികളായ ആളുകൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്ന് തുടരുകയാണ് മനുഷ്യന്മാർ. യാതൊരു മാറ്റവും. അമ്പിയാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ. ആദി പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത ചെയ്ത അതേ അധർമ്മം, അവർക്കിടയിൽ ഉണ്ടായിരുന്ന അതേ മൂല്യച്യുതിയും ഇന്നുണ്ട് ഇല്ലേ? ഓരോ അമ്പിയാക്കളുടെയും കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ തിന്മകളും ഓരോ അമ്പിയാക്കളും വരേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ്? ആദ്യമായി അവർ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചതും. തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച ഏതൊരു സമൂഹത്തിനും എന്തെങ്കിലും തിന്മ അവന്റെ കൂടെ ചേർത്ത് വെക്കാനുണ്ടാകും. ഓരോ സമൂഹത്തിനും പ്രത്യേകം. അല്ലാഹുവിൽ നിന്ന് പിടുത്തം വിട്ടൊരു സമൂഹം എന്തായാലും അധർമ്മങ്ങളിലും തെറ്റുകളിലും തിന്മകളിലും പാപങ്ങളിലും കൂപ്പുകുത്തുന്നവരായിരിക്കും. ഏകദൈവ വിശ്വാസത്തിന്റെ പരിസരങ്ങളിൽ അതധികം ഉണ്ടാവുകയില്ല. അവിടെ സൂക്ഷ്മത ഉണ്ടാവും, കാവലുണ്ടാവും, അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണവും ഉണ്ടാകും. അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അള്ളാഹുവിനെ അവലംബിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അതുണ്ടാകും. ഈ ആയത്തിന്റെ ആശയത്തിൽ അതുകൂടി നമ്മൾ വായിക്കണം. വെറുതെ ചരിത്രം പറയുക മാത്രമല്ല, കഴിഞ്ഞകാല ചരിത്രത്തെയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ജീവിതാവസ്ഥകളെയും തട്ടിച്ചുകൊണ്ടാണ് ഖുർആനിന്റെ ഈ ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ വ്യക്തമായ നിഅമത്ത് ആകുന്ന ഈ ഹിദായത്ത്, അതേപോലെ തന്നെ നമ്മുടെ മിൻഹാജും മുഇസ്സത്തുമായി അല്ലാഹു പ്രവാചകന്റെ മുഇസ്സത്തുമായി അല്ലാഹു നൽകിയ വിശുദ്ധ ഖുർആനിനെയും അത് കൂടുതൽ അറിഞ്ഞും പഠിച്ചും ജീവിതത്തിൽ പകർത്താൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ തുടർന്നുകൊണ്ട് പറയുന്നു, നോക്കൂ, സുയ്യിന ലില്ലദീന കഫറുൽ ഹയാത്തുദ് ദുനിയാ. സുയ്യിന ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക്
അലങ്കാരമായി തോന്നിയിരിക്കുന്നു. സത്യനിഷേധികൾക്ക് സീനത്തായി തോന്നിയിരിക്കുന്നു. എന്താണ് തോന്നിയത്? അൽ ഹയാത്തു ദുനിയ, ഭൗതിക ജീവിതം സത്യനിഷേധികൾക്ക് അലങ്കാരമായി തോന്നിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ടോ വയസ്ഖറൂന മിനല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയും ചെയ്യുന്നു. അപ്പോ സത്യനിഷേധികളായ ആളുകൾക്ക് ദുനിയാവ്, ഐഹിക ജീവിതം അലങ്കാരമായി തോന്നിയിട്ടുണ്ട്, അത് അലങ്കൃതമായി തോന്നിയിട്ടുണ്ട്. ദുനിയാവ് ഒരിക്കലും ഇനി നീങ്ങിപ്പോവുകയില്ല, നിങ്ങൾക്ക് കിട്ടിയത് എന്നെന്നും അവശേഷിക്കും, ശാശ്വതമായി ഇതിൽ തന്നെ കഴിഞ്ഞുകൂടാം എന്ന ധാരണയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവുമായിട്ടുള്ള അവന്റെ ബന്ധവും ദുനിയാവിനെ സംബന്ധിച്ച് അവന്റെ കാഴ്ചപ്പാടും എന്തായിരിക്കും? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. വളരെ ലളിത മനോഹരമായ വിശദീകരണത്തിലെല്ലാം അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് ഒരു വിശ്വാസിയുടെ തടവറയാണ്. സിജ്ന് എന്ന് പറയുന്നത് തടവറയിൽ എന്താ സ്വാതന്ത്ര്യം അധികം ഉണ്ടാവും ഇല്ല. തടവറ സിജ്ന് സ്വാതന്ത്ര്യം അധികം ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ എന്തുണ്ട്? നിയന്ത്രണങ്ങൾ. ഒന്നാമതായി നമ്മുടെ നിയന്ത്രണം എന്തിലാകണം? നമ്മൾ എന്തിന്റെ കൺട്രോളാണ് ആദ്യം, എന്തിന്റെ കടിഞ്ഞാണ് ആദ്യം പിടിക്കേണ്ടത്? ഒരു വിശ്വാസി അവൻ എന്തിന്റെ കടിഞ്ഞാണാണ് ഒന്നാമതായി പിടിക്കേണ്ടത്? എന്തിന്റെ കൺട്രോളാണ്? അവന്റെ താല്പര്യങ്ങളും അവന്റെ ഇച്ഛയും അവന്റെ മനോവികാരങ്ങളുടെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാകണം? അവന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ആരും തന്നെ വിശ്വാസിയാവില്ല. അങ്ങനെ കുറെ ഹദീസുകളുണ്ട് അല്ലേ? ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു, അവന്റെ താല്പര്യം, അവന്റെ ഇച്ഛ, അവന്റെ അഭിനിവേശം തബിഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന ഈ സന്മാർഗത്തെ പിന്തുടർന്നു വരുന്നതാകണം അവന്റെ താല്പര്യം. അതുവരെ നിങ്ങളിൽ ആരും തന്നെ വിശ്വാസിയാവുകയില്ല. അപ്പൊ കൺട്രോൾ എവിടെയാണ്? നമ്മുടെ കൺട്രോൾ ആദ്യമായി നമ്മൾ നമ്മുടെ താല്പര്യങ്ങളുടെയും നമ്മുടെ ഇച്ഛകളുടെയും നമ്മുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും കടിഞ്ഞാൻ പിടിക്കണം. അതിനെ അഴിച്ചുവിട്ടവരാണ് ആര്? അവിശ്വാസി. അതിനെ അഴിച്ചുവിട്ടാൽ ഇതൊരു സ്വർഗമാണ്. അതാണ് ജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗമാണ്. എന്തും അവർക്ക് എന്ത് ചെയ്യാം? ആസ്വദിക്കാം, അനുഭവിക്കാം, ആനന്ദിക്കാം. അതിൽ നിഷിദ്ധമെന്നോ വിശുദ്ധമെന്നോ പാടില്ലതെന്നോ പാടില്ലാത്തതെന്നോ എന്നൊരു വിലക്ക് അവരെ സംബന്ധിച്ചിടത്തോളമല്ല. നമ്മളെന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ എന്ത് ആലോചിക്കണം, കുടിക്കാൻ പറ്റുന്നതാണോ അല്ലെ? പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് പറ്റുന്നെങ്കിൽ തരുള്ളൂ. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നാല് നമ്മൾ നോക്കൂല്ലേ? നമ്മളെ പരിചയമില്ലാത്ത ആളുകൾ നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ തരികയാണെങ്കിൽ, ഭക്ഷിക്കാൻ തരികയാണെങ്കിലും അതന്നെയാണ്. നമ്മൾ അനുഭവിക്കേണ്ടതും ഒക്കെ അങ്ങനെ തന്നെയാണ്. അവ തിന്നുന്നതും കുടിക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ കാണുന്നതും നമ്മൾ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഒരു നിയന്ത്രണത്തിലാണ്. അവിടെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് പരിഗണിക്കേണ്ടത്. നമ്മുടെ ഇഷ്ടമാണോ? അല്ല. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന അമലുകളെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ കണ്ടാൽ അവര് പരിഹസിക്കരുത്. എന്താ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ചങ്ങായിമാര്,
കുറച്ചൊക്കെ ലിബറൽ ആകണ്ടേ, ലിബറലിസം. സംഗതി ഇവരെന്താ അല്ലെങ്കിൽ അവിടെ ഇവിടെ അല്ലെ. പക്ഷെ നമ്മൾ ഈ ജീവിതത്തിൽ ആസ്വദിക്കുന്ന ആനന്ദവും ആത്മസംതൃപ്തിയും ആത്മസായുജ്യവും ആത്മീയമായ ഉത്കർഷവും അത് ഉൾക്കൊണ്ടാക്കിയേ കഴിയും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷവും പാഴായി പോകുന്നില്ല. ഉണ്ടോ? എനിക്ക് പറയുന്നു, വിശ്വാസമുള്ള ആളുകളുടെ വിശ്വാസമില്ലാത്തവരുടെ പറയുന്നു, നമ്മുടെ ഒന്നും തന്നെ പാഴായി പോകുന്നില്ല. ഇന്ന് ഉണർന്നതിന് ശേഷം ഉണരൽ പോലും ഒരു പുണ്യമായി നമ്മൾ കാണുക. ഉറക്കത്തിൽ നിന്നും ഉണരുന്നത് പോലും എന്താണ്? പുണ്യമാണ്. നമ്മുടെ കിടപ്പറയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്നത് പോലും എന്താണ്? അല്ലാഹുവിന്റെ അരികിൽ നിന്ന് പ്രതിഫലാർഹമായ കാര്യമായി തീരുകയാണ്. പിന്നീട് നാം എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പുകളും എന്തുതന്നെയാണ്? പുണ്യകരമാണ്. ഒരു വിശ്വാസം സംശയം. ഇന്ന് നേരം എടുത്തിട്ട് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ വ്യക്തിഗതമായ കുടുംബപരമായ സാമൂഹ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും നമുക്ക് നഷ്ടമാകുന്നു. നടന്നു വരുമ്പോ കേട്ടോ, നടന്നു വരുമ്പോ ഒരാളെ കണ്ടാൽ ചിരിക്കുന്നത് നമുക്ക് നഷ്ടമാണോ? പരമാണൊക്കെ അല്ലേ? അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ദുനിയാ സിജ്നുൽ മുഅ്മിൻ എന്ന് പറയുമ്പോഴേ ഇതിപ്പോ ജയിലാതെ തടവറയിൽ വിട്ടുപോലെ എന്നല്ല. നമുക്ക് ഒരു സ്വർഗമാണ് എന്ന് കാഫിറിന് തോന്നുന്ന വിധത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്കിവിടെ ഇല്ല എന്നുള്ളത്. നടന്നു വന്നാല് ആ ഓരോ പാദപതനങ്ങൾക്കും പടച്ചവൻ നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും പുണ്യങ്ങളുടെ പദവി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. ഇതിന്റെ സദസ്സിലേക്ക് വന്നു ഡ്രൈവ് ചെയ്ത് വരികയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ കത്തിച്ച പെട്രോളും വെറുതെയാകും. ഇത്ര വലിയ സാധനം വിലയിലൊക്കെ കത്തിച്ചു കൊടുക്കുന്നത് അത് വെറുതെയാകുന്നില്ല. ഡ്രൈവ് ചെയ്യുമ്പോ നിങ്ങൾ ഇങ്ങനെ പോരുമ്പോ ഏതെങ്കിലും ഒരു സുഹൃത്തിന് നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കാന്ന് വിചാരിക്കാം. കേട്ടോ, അതിൽ വരെ നമുക്ക് എന്തായി? നമ്മൾ പാർക്ക് ചെയ്തെടുത്ത് ആർക്കും ഇടങ്ങാറാക്കാതെ ഒരു അരിക്ക് കൊണ്ടുപോയി നിർത്തിയെന്ന് വിചാരിച്ചോളൂ. ആ വിചാരത്തിന് പോലും എന്താണ്? അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആലോചിക്കേണ്ട പോകണം ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മുടെ തടവറയെ നമ്മൾ എന്താക്കുന്നു? സ്വർഗമാക്കുന്നു. ദുനിയാവാകുന്ന ഈ തടവറയെ നമ്മൾ എന്താക്കുന്നു? സ്വർഗമാക്കുന്നു. ശരിക്കും എന്താണോ, പിന്നെ നമ്മൾ പോകാനുള്ള സ്വർഗത്തിന്റെ ഒരു ബ്രാഞ്ച് ആകണം നമ്മുടെ കുടുംബം, നമ്മുടെ വീടൊക്കെ. ഇവിടെ സമാധാനം ഉണ്ടോ? അവിടെ സമാധാനം കിട്ടണം. അവിടെ ദാറുസ്സലാമിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിന്റെ പേരെന്താ? സ്വർഗത്തിന്റെ പേരെന്താണ്? ദാറുസ്സലാം. ആ ദാറുസ്സലാമിലേക്ക് പോകാനുള്ള ഒരുക്കവും തയ്യാറെടുപ്പും ഈ ദുനിയാവിൽ നമ്മൾ നടത്തുമ്പോ നമ്മുടെ വീടുകളും വീടിന്റെ അകത്തളങ്ങളും അതിന്റെ ചെറിയ ബ്രാഞ്ചുകളായി വരണം. അതിന്റെ ചെറിയ ശാഖ നമുക്ക് അനുഭവപ്പെടണം. പറയുന്നത് തെറ്റുണ്ടോ? ഈ ഹദീസ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ഇവിടെയാണ്. എന്നാൽ വയസ്ഖറൂന മിനല്ലദീന ആമനു, സത്യവിശ്വാസികളെ അവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇസ്ലാമിനെതിൽ കുതിര കയറുന്നവരുണ്ട് അല്ലെ? ഇസ്ലാമിന്റെ നിയമങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഇതിൽ കുതിര കയറുന്നവരുണ്ട്. നമുക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഒരു മുസ്ലിം ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഒരു മുസ്ലിമത്തായ സ്ത്രീ ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, റസൂലിന്റെ നിർദ്ദേശമുണ്ട്, ഇതിന്റെ മാതൃകയുമുണ്ട്. ലോകാവസാനം വരെയുള്ള വിശ്വാസിനികളായ സ്ത്രീകളുടെ വേഷവിധാനം അങ്ങനെയാണ്. അതിനൊരു അദബും മര്യാദയൊക്കെ എത്ര നമ്മൾ പുരോഗമിച്ചാലും ശരി, മറക്കേണ്ടത് മറക്കണം. അത്രേ ഉള്ളൂ. ഏത് തരത്തിലുള്ള, ഏത് വർണ്ണങ്ങളിലുള്ള, ഏത് രീതിയിലുള്ള വസ്ത്രവും നമുക്ക് ധരിക്കാം. ഇന്ന വസ്ത്രം ധരിക്കാവുന്നൊന്നുമില്ല. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ള മര്യാദകളും അദബുകളും അളവുകളും പരിമിതികളും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. ഇപ്പൊ നേരെ മറിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്.
ഒരാളെ ബാക്കിൽ ഇങ്ങനെ ഇരുന്നാൽ അത് ആണാണോ പെണ്ണാണോ നമ്മൾ തിരിയില്ല. കാരണം മുടി ഇങ്ങനെ കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് തലയിലുണ്ടാവും, അതുപോലെ തന്നെ റിബണ് കെട്ടിയിട്ടുണ്ട്. ബസ്സിൽ കയറിയാലേ ഒരു വലിയ സീറ്റ് കാണുന്നതാണ്, സ്ത്രീയാണ് നമ്മൾ വിചാരിക്കും കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് താടിയുണ്ട്, മീശയുണ്ട്. ആൾക്കാരിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇപ്പൊ ആണാ പെണ്ണാണെന്ന് അറിയില്ല. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇങ്ങനെ പോകാന്ന് വിചാരിച്ചോളൂ, ഒരേ കോലത്തിലാണ്. നല്ല ടൈറ്റ് പാൻസ് ഒക്കെ ധരിച്ചിട്ടുണ്ട്, ജീൻസ് ഒക്കെ ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഇറുകിയ ഇതേപോലെയുള്ള ബനിയനൊക്കെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടാൾക്കും മുടിയുണ്ട്, ഹെയർ ബാൻഡ് ഉണ്ട്. ആണാ പെണ്ണാന്നറിയില്ല. ഒന്ന് തിരിഞ്ഞു നിന്നാലും ഒരാൾക്ക് താടി മീശയൊക്കെ ഉണ്ട്, മറ്റേ ആൾക്കത് ഇല്ല. ഇതേപോലെ ഒരേ ഡ്രസ് ഓലെ സുന്നത്താണ്. ഇതിപ്പോ അങ്ങനെ ആക്കണെന്നാ പറയുന്നത് കേട്ടോ. ആണിനും പെണ്ണിനും പെണ്ണിന്റെ വേഷം ആണിന്റെ വേഷമാക്കി മാറ്റണം എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവസാന കാലത്തെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പറഞ്ഞത് എന്താ? പുരുഷൻ സ്ത്രീന്റെ കോലം കെട്ടും, അതുപോലെ തന്നെ സ്ത്രീകള് പുരുഷന്റെ കോലവും കെട്ടും. ഇപ്പൊ പറഞ്ഞവര് കുറെ കാര്യങ്ങളുണ്ടല്ലോ, റസൂല് പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ എല്ലാം തിക്കാണ്. ഇപ്പോ ഇല്ലാത്തതൊന്നുമില്ല. അതിന്റെ അവസാനത്തെ സംഗതി അശ്റാത്തു സാഅൽ കുബ്ര, വലിയത് വരാനുണ്ട്. അവിടെ വന്നാലും ഇന്ന് തുടങ്ങി, പിന്നെ അധികം കാത്തുപോകുന്നു. അപ്പൊ ഇങ്ങനെ അതിന്റെ മര്യാദയെ കുറിച്ച്, അതിന്റെ സംസ്കാരത്തെ കുറിച്ച്, അതിലടങ്ങിയിട്ടുള്ള ധാർമ്മികതയെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ചെയ്യും? സത്യവിശ്വാസികളെ പരിഹസിച്ച് അവർക്ക് നേരെ കുതിര കയറും. ഏത് കാര്യത്തിലുണ്ട്, എല്ലാ കാര്യത്തിലുള്ള അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. നമ്മുടെ കുട്ടികളെ തന്നെയെങ്കിലും എന്ത് ചെയ്യുക? നമുക്കിപ്പോ എല്ലാരും നാട് മുഴുവൻ, ലോകം മുഴുവൻ നന്നാക്കാൻ കഴിയോ? നമ്മളെ കുട്ടികളെയും അങ്ങനെ അതിനനുസരിച്ച് എന്ത് ചെയ്യരുത്, കയകൂലി വിടരുത്. നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം? ഇസ്ലാമികമായ ശിക്ഷണങ്ങളിലും ശീലങ്ങളിലും ഇസ്ലാമികമായ ധർമ്മനിഷ്ഠയിലും ഇസ്ലാമികമായ സംസ്കാരം, നമ്മുടെ വസ്ത്രധാരണ രീതി, അതിൽ നമുക്കൊരു സംസ്കാരമുണ്ട്. പെരുമാറ്റം, നമുക്കൊരു സംസ്കാരമുണ്ട്. അതേപോലെ തന്നെ മാനേഴ്സ്, അല്ലെ? ഏറ്റവും കൂടുതൽ ഉപചാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട ഒരു ദീനാണ് നമ്മുടെ ദീൻ. മാനേഴ്സ് ഉണ്ട്. നമ്മളിപ്പോ കോട്ടുവായി ഇടുകയെന്ന് വിചാരിച്ചു, അല്ലേ? ചെറിയ സംഗതിയല്ലേ, കോട്ടുവായി വരികയാണ്. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? ഇതിനടക്കം നമ്മൾ പാലിക്കേണ്ട ഒരു ഉപചാരം, ഒരു മാനേഴ്സിൽപ്പെട്ട ഒരു സംഗതിയാണ്. മാനേഴ്സ് വ്യക്തിഗതമായിട്ടുണ്ട്. ഒരുമിച്ചിരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് ഉണ്ട്. ഇരിക്കുമ്പോ ഇരുത്തത്തിനുള്ള ആദാബുൽ മജ്ലിസ് ഉണ്ട്. സംസാരിക്കുമ്പോൾ ആദാബുൽ കലാമുണ്ട്. ഇതൊക്കെ ഇല്ലാതെ പോവുകയാണ്. അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇതിന്റെ അദബുകളാണ്. ഇത് ചെയ്താൽ ഇത് ഇവിടെ മാന്യമായ പെരുമാറ്റമാകും എന്നതിനപ്പുറം പരലോകത്ത്, അതാണ് ഈ ആയത്ത്, പരലോകത്ത് ഇതിനൊക്കെ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നുള്ള ബോധം മക്കളിൽ ഉണ്ടാക്കിയത് ചെയ്യിപ്പിക്കും. എന്നാ എവിടെയാണെങ്കിലും എന്ത് ചെയ്യില്ല, അവർ അത് കൈയൊഴുകയില്ല. ഇതെങ്ങനെ ചെയ്താൽ എന്റെ റബ്ബ് എനിക്ക് കൂലി തരും എന്ന ബോധം ഉണ്ടാകും. അതുകൊണ്ടാണ് വല്ലദീന തഖൗ, ഈ കാര്യത്തിലെല്ലാം തന്നെ സൂക്ഷ്മത പാലിച്ചവർക്ക് അവര് ഫൗഖഹും യൗമൽ ഖിയാമ, വിശ്വാസികളെ ഈ പരിഹസിച്ച് നടക്കുന്ന ആളുകളെക്കാൾ അവർ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ, അന്ത്യദിനത്തിൽ അവരെക്കാൾ ഫൗഖഹും, ഫൗഖ് എന്ന് പറഞ്ഞാൽ എന്താ? അവരെക്കാൾ മുകളിലായിരിക്കും, ഉന്നതിയിലായിരിക്കും, അവരെക്കാൾ ഉന്നതന്മാരായിരിക്കും. ആര്? വല്ലദീന തഖൗ, വല്ലദീന തഖൗ, അല്ലാഹുവിനെ പേടിച്ച് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കും. ഈ സൂക്ഷ്മതയാണ് നമ്മൾ
ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. അതാണ് അള്ളാഹു പറയുന്നത്. എവിടുന്നാണ് തുടങ്ങി നോക്കൂ നിങ്ങൾ? ബനി ഇസ്രായേലിയരുടെ അല്ലേ? അപ്പൊ നമ്മളെ ഇടയിലും ബനി ഇസ്രായേലിയരുന്നു. ഇവിടെ പിന്മുറക്കാരായ ആൾക്കാരില്ലേ? ഉണ്ട്. വേദക്കാർ ഏത് കാലത്തും ഉണ്ടാകും. നമ്മളെക്കാൾ കൂടുതൽ ഉണ്ടാകണം അവര്. കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പാണ് ആര് വന്നത്? ഈസാ അലൈഹി സ്വലാം വന്നത്. അതിന് മുമ്പാണ് ആര്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. പക്ഷെ മൂസ അലൈഹി സ്വലാമിന്റെ അനുയായികൾ എണ്ണത്തിൽ പറ്റേ കുറവാണെന്ന് ജൂതന്മാർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഈസാ അലൈഹി സ്വലാം വന്നത് കൊണ്ട് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ആരുണ്ടായി? ക്രിസ്ത്യാനികൾ അല്ലേ? അപ്പൊ അതിനേക്കാൾ കൂടുതൽ ജൂതന്മാരുണ്ടാണ്ട് അതിന് മുമ്പ് വന്നതല്ലേ ആര്? മൂസ അലൈഹി സ്വലാം. ചോദ്യമാണ് അല്ലേ? ഉണ്ടാണ്ട്. എന്തുകൊണ്ടില്ല? എന്താ ജൂതന്മാരെണ്ണം കുറഞ്ഞത്? എന്തുകൊണ്ട്? കാരണം ജൂതനായ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സന്താനമായി ജനിച്ച ഒരാളെ ജൂതനാവുക. ജൂതനായ ഒരാള് വേറൊരാള് മതപരിവർത്തനത്തിലൂടെ ആരാകുന്നില്ല? ജൂതനാകും. അവരിൽ അങ്ങനെ ഒരു സംഗതിയില്ല. ആ ക്രിസ്ത്യാനികളിലോ അത് ഉണ്ട്. മുസ്ലിങ്ങളും ചെയ്യുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് ആർക്കും ഇസ്ലാമിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞു പോയത്. അതുകൊണ്ട് അത് ബേജാറാണ്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഇതാണ് അതിനുള്ള ഉത്തരം. വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. തിൽക്കൽ ജന്ന, ആ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ദാറുസ്സലാം, സമാധാനത്തിന്റെ ആ ഭവനം, അല്ലതീ നൂരിസു മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാർക്ക് നാം അനന്തരമായി അതിനെ അനന്തരായിട്ടും പഠിച്ചു നമുക്ക് സ്വർഗം നൽകുന്നു. നമുക്ക് അല്ലാഹു നമ്മൾ ചെയ്ത അമലിനും സ്വർഗം നൽകുന്നുണ്ട്. പിന്നെന്ത് തരും? അനന്തരായിട്ടും സ്വർഗം നൽകും. രണ്ട് സ്വർഗം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്തുർ റഹ്മാനിൽ അല്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഇത് സ്വർഗം. فبأي آلاء ربكما تكذبان. ഇങ്ങനെ രണ്ട് സ്വർഗം കിട്ടുക ഒന്നെ മതിയെ തോന്നുന്നുണ്ടോ? രണ്ടെണ്ണം തരുമെന്ന് പഠിച്ചു പറയുന്നുണ്ട്. ഒന്നെ കിട്ടിയാൽ മതിയെങ്കിൽ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രണ്ട് സ്വർഗങ്ങൾ നൽകും. ഇന്ന് നമ്മള് ചെയ്ത അമലുകൾക്കൊക്കെ പഠിച്ചു എന്ത് ചെയ്യും? പിന്നെ വേറൊരു സ്വർഗം അല്ലാഹുവിന്റെ വകയായി നമുക്ക് എന്താണ്? വിറാസത്തായിട്ട് പഠിച്ചിട്ടോ. നൂരിസു മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽപ്പെട്ട ആളുകൾക്ക്, ദാസന്മാർക്ക് നാം നൂരിസു അനന്തരമായി നൽകും. കാരണം എന്താണോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേണ്ടി സ്വർഗത്തിൽ ഒരു ഇരിപ്പിടവും നരകത്തിൽ ഒരു ഇരിപ്പിടവും സജ്ജമാക്കി. അല്ലാഹുവിന്റെ ഒരു ദാസന്, അല്ലാഹുവിന്റെ ഒരു അടിമ പിറക്കുമ്പോൾ തന്നെ രണ്ട് സീറ്റാണ് ഒരുക്കി വെക്കുന്നത്. ഒന്ന് ഇവിടെ സ്വർഗം, മറ്റൊന്ന് നരകം. ഇതിലേത് നേടണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? മൂപ്പരാണ് സെലക്ട് ചെയ്തത്. നമുക്ക് നാമേ പണിയുന്നത് നാക്കും, നരകവും അതുപോലെ. നമുക്കുള്ള സ്വർഗവും നരകവും പണിയുന്നത് ആരാണ്? നമ്മൾ തന്നെ. എന്തുകൊണ്ടാണ് പണിയേണ്ടത്? നമ്മുടെ ജീവിതം കൊണ്ട് സ്വർഗം പണിയും. ജീവിതം കൊണ്ട് നരകം പണിയുന്നവരുണ്ട്, നമ്മൾ ജീവിതം കൊണ്ട് സ്വർഗം പണിയും. ഏതായാലും സ്വർഗത്തിൽ ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം നേടിയ ആളുകൾക്ക് അല്ലാഹു അവരൊക്കെ ആ സീറ്റിൽ ആക്കും. അപ്പൊ പിന്നെയും കുറെ ആൾക്കാർക്കുള്ള ഒരുക്കി വെച്ച സ്വർഗം അവിടെ ബാക്കിയില്ലേ? അവരൊക്കെ എവിടെയാ? പിന്നെ ഇവരെവിടെ? ആ സ്വർഗത്തിലുണ്ടോ? അവരെവിടെയുള്ളത്? ഈ നരകത്തിൽ പോയ ആളുകളുടെ ഒക്കെ സ്വർഗം ഒന്ന് ഒരുക്കി വെച്ചത് അവിടെ ഉണ്ട്, അവിടെ ബാക്കിയുണ്ട്.
തിൽക്കൽ ജന്ന, ആ സ്വർഗമാകുന്നു അല്ലതീ നൂരിഥു മിൻ ഇബാദിനാ മൻ കാന തഖിയാ, നമ്മുടെ അടിമകളിൽ നിന്ന് തഖ്വയോടുകൂടി ജീവിച്ചവർക്ക് നാം അതും നൽകും. തഖ്വയുണ്ടെങ്കിൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ വന്ന ആളോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഖുർആനിൽ 2 സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞു. സൂറ മറിയമിലെ 63-ാമത്തെ ആയത്ത്. അല്ല, എങ്ങനെയാണ് നൽകുന്നത്? അല്ലാഹു അവർക്ക് അനന്തരമായി കൊടുക്കണം. അവരവരുടെ അമല് കൊണ്ടും അല്ലാഹു അവരുടെ കാരുണ്യം കൊണ്ട് അവർ പൊതിഞ്ഞതിനാലും അവർക്ക് കിട്ടുന്ന സ്വർഗമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്ത് പൂർത്തിയാക്കാം. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യർസുഖു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നു. മൻ യശാ, ഉപജീവനത്തിന്റെ ഉപാധികളും ആരാ നൽകുന്നത്? ഉപജീവനം എത്രയാണെന്ന് കണക്കാക്കുന്ന ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമ്മുടെ കച്ചവടത്തിലുള്ള, നമ്മുടെ കൃഷിയിലുള്ള, നമ്മുടെ മറ്റു അധ്വാനങ്ങളിൽ കിട്ടുന്ന ഈ പ്രതിഫലമായ അതൊക്കെ എത്ര കിട്ടണമെന്ന് ആരും കണക്കാക്കുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു കണക്കാക്കിയത് കിട്ടാതെ നമ്മൾ എന്തായാലും ഇവിടുന്ന് മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ബേജാറാകില്ല, നമ്മൾ മടിയന്മാരാകരുത്. എന്ത് ചെയ്യാൻ പാടില്ല? അതല്ല, അല്ലാഹു കണക്കാക്കിയേ കിട്ടുള്ളൂ. ഇന്നിപ്പോ പണിക്ക് ഓടില്ല, അത് പറ്റൂല കേട്ടോ. അല്ലാഹു കണക്കാക്കിയല്ലേ കിട്ടുള്ളൂ. ഇന്നലെ ലീവ് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. വെറുതെ നിൽക്കാൻ പാടില്ല. കസില്, മടി, അലസത, ആലസ്യം, ഇതിലൊക്കെ അല്ലാഹുവോട് പ്രത്യേകം കാവൽ തേടണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹിസാബ് എന്ന കണക്ക് നോക്കിയിട്ടുണ്ട്. ഹിസാബ് എന്ന് പറഞ്ഞാലോ കണക്കില്ലാതെ, കണക്ക് നോക്കാതെ പഠിച്ചോ കൊടുക്കും. ആരുടെ എന്തായിരിക്കും എന്റെ കണക്ക്? കണക്കില്ലാത്തതിന് ഒരു കണക്കുണ്ടാവും. അത് ആരെന്തായിരിക്കും? അല്ലാഹുവിന്റെ ആയിരിക്കും. എന്താ പോലെ എത്ര പോലെ കിട്ടുന്നത്? നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ആൾക്കാരെങ്ങനെ മുഖത്ത് എങ്ങനെ നടന്ന മനുഷ്യന് സ്വന്തം പേര് ഒപ്പിടാൻ അറിയില്ലായിരുന്നു. ഞാനൊക്കെ പിന്നെ 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ പാസ്സായി ഒന്നുമില്ലാതെ വ്യാപാരം നടക്കുക. ആ നടന്ന് ചങ്ങായി കണ്ടില്ലേ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ റിസ്ക് കണക്കാക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, നമ്മുടെ തഖ്വ, നമ്മുടെ പരലോക ചിന്ത, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി, സ്വർഗത്തെ കുറിച്ചുള്ള ആഗ്രഹം, നരകത്തെ കുറിച്ചുള്ള ഭയപ്പാട്, ഇതൊക്കെ ചേർത്ത് വെച്ച് അതിനനുസരിച്ചാണ് റിസ്ക് പഠിച്ചു കൊടുക്കുന്നത്. ഇതൊന്നും ഇല്ലാത്ത ആൾക്ക് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ. അല്ലാഹു പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. സൂറ ഇസ്രായേൽ പറയുന്നു, ആജിലത്തിനെയാണ് വല്ലവനും ലക്ഷ്യം വെക്കുന്നത്. ദുനിയാവ് ഉണ്ടാക്കണം, ദുനിയാവ് ഉണ്ടാക്കണം. അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ, അവർക്ക് നാം എന്ത് ചെയ്യും? അതിന് വേഗത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അത്വാഇ റബ്ബിക്, നിന്റെ റബ്ബിന്റെ ദാനം ആ കൂട്ടർക്കും കൊടുക്കും, ഈ കൂട്ടർക്കും കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകും. എന്നാൽ ആഖിറത്തിനെ ലക്ഷ്യം വെച്ചാൽ ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا.
നമ്മുടെ ദുനിയാവിലൂടെ കൂടി നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? തിൽക്കദ്ദാറുൽ ആഖിറ. കേട്ടോ, ദാറുൽ ആഖിറയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടിയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എങ്കിൽ അന്യപൂർവ്വം നമ്മുടെ അധ്വാനങ്ങളെയും പരിശ്രമങ്ങളെയും അല്ലാഹു സ്വീകരിച്ച് പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളെയും തെറ്റുകളെയും പോരായ്മകളെയും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് മാപ്പാക്കുകയാണ്. നിങ്ങൾക്ക് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായിരുന്നു നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ജനങ്ങൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നിങ്ങളെയും നിന്റെ ദാറുസ്സലാമിൽ ഒരുമിച്ച് കൊണ്ടുവയ്ക്കണമെന്ന്. നിങ്ങൾക്കിടയിലെ രോഗികൾക്ക് രോഗശിക്ഷയും ശമനവും നൽകണം. നിങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവരെ അതിൽ നിന്ന് നീ മോചിപ്പിക്കുകയും ജീവിതത്തിൽ ധന്യതയും സമാധാനവും ഐശ്വര്യവും ആഫിയത്തും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്തും അതിന്റെ ആശയങ്ങളെ ഗ്രഹിച്ചും കഴിവിന്റെ പരമാവധി ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തീർക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള നല്ല മനസ്സും അതിനുള്ള തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.